നോക്കാൻ പോകുന്നത് റേറ്റ് ഓഫ് എ റിയാക്ഷൻ അല്ലെങ്കിൽ കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്ന ക്ലാസ് 12 കെമിസ്ട്രിയിലെ ആ ഒരു ചാപ്റ്ററിന്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഇതിന് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ടാണ് നിങ്ങൾ കെംഫ്ലിക്സിലേക്ക് വരുന്നതെങ്കിൽ യു ആർ വെരി വെൽക്കം ടു മൈ ചാനൽ. നമ്മളിവിടെ HSA ഫിസിക്കൽ സയൻസിന്റെ ഒരു സീരീസിലാണ്. HSA ഫിസിക്കൽ സയൻസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ് ഇപ്പോൾ. അവിടെ നമ്മൾ മൊഡ്യൂൾ 7-ലെ റേറ്റ് ഓഫ് എ റിയാക്ഷൻ എന്ന് പറയുന്ന ഏരിയയിലാണ് റൈറ്റ് നൗ വി ആർ ഇൻ. ഇനി നമ്മൾക്ക് ഈ ഒരു ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാനൊരു ഗിഫ് ഷോ ചെയ്തിട്ട് നമുക്ക് കാര്യത്തേക്ക് പോവാം. അപ്പൊ ഇതാണ് നമ്മുടെ ഗിഫ്. ഗിഫ് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു റൗണ്ട് ബോട്ടമിൽ ഫ്ലാസ്ക് ഉണ്ട്. അതിനകത്ത് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഉണ്ട്. ആ പൊട്ടാസ്യം പെർമാംഗനിലേക്ക് അദ്ദേഹം ഹൈഡ്രജൻ പെറോക്സൈഡ് ആഡ് ചെയ്യാണ്. യു ക്യാൻ സീ ഹൗ ഫാസ്റ്റ് ദ റിയാക്ഷൻ ഈസ്. ആ റിയാക്ഷൻ എന്തുമാത്രം ഫാസ്റ്റ് ആയിട്ടാണ് നടക്കുന്നത് അതൊന്ന് കാണാമല്ലോ. നമ്മൾ അവിടെ ഒഴിക്കുന്ന അടുത്ത മൊമെന്റിൽ തന്നെ ആ റിയാക്ഷൻ അവിടെ ഹാപ്പൻ ചെയ്തുകൊണ്ട് ഇവിടെയാണ് എലിഫന്റ് ടൂത്ത് പേസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ വൈഡ് വെറൈറ്റീസ് ഓഫ് വീഡിയോസ് കാണാൻ പറ്റും ഹൗ ദീസ് ആർ പ്രിപ്പയറിംഗ് എന്നുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുന്നത് റേറ്റ് ഓഫ് എ റിയാക്ഷൻ അല്ലെങ്കിൽ സ്പീഡ് ഓഫ് ദ റിയാക്ഷൻ എന്ന് പറയുന്നതാണ്. അപ്പൊ നമുക്കറിയാം HSA ഫിസിക്കൽ സയൻസ് ആയതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസ് മലയാളത്തിലായതുകൊണ്ട് തന്നെ നമ്മൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് മലയാളത്തിലാണ്. ഇപ്പൊ റേറ്റ് ഓഫ് എ റിയാക്ഷൻ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ് 12 കെമിസ്ട്രിയിലെ 3ാമത്തെ ചാപ്റ്റർ ആണ് കെമിക്കൽ കൈനറ്റിക്സ്. ആ കെമിക്കൽ കൈനറ്റിക്സ് തന്നെയാണ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പോവാം. യൂണിറ്റ് സമയത്തിനുള്ളിൽ അഭികാരകത്തിന്റെ അല്ലെങ്കിൽ അഭികാരകം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാക്ടന്റ് ആണ്, അല്ലെങ്കിൽ ഉൽപ്പന്നത്തിന്റെ അല്ലെങ്കിൽ പ്രോഡക്റ്റ്, ഉൽപ്പന്നം എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആണ്, ഗാഢതയിൽ ഉണ്ടാവുന്ന വ്യത്യാസമാണ് രാസപ്രവർത്തനത്തിന്റെ നിരക്ക് അല്ലെങ്കിൽ റേറ്റ് ഓഫ് എ റിയാക്ഷൻ. അപ്പൊ വാട്ട് ഈസ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ നമ്മളോട് ഒരിക്കലും ചോദിക്കുകയല്ല. ഇനി നമ്മൾക്ക് വേണമെങ്കിൽ ഇത് സെന്റൻസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് MCQs വരാൻ ചാൻസ് ഉണ്ട്. യൂണിറ്റ് സമയത്തിനുള്ളിൽ അഭികാരകത്തിന്റെ അല്ലെങ്കിൽ ഉൽപ്പന്നത്തിന്റെ ഗാഢതയിൽ ഉണ്ടാവുന്ന വ്യത്യാസത്തിനെയാണ് നമ്മൾ റേറ്റ് ഓഫ് എ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അഭികാരകങ്ങളിൽ ഏതെങ്കിലും ഒന്നിന്റെ ഗാഢത കുറയുന്നതിന്റെ നിരക്ക് ഒന്നെങ്കിൽ എയ്തർ ഓർ അപ്പൊ ഒന്നെങ്കിൽ നമുക്ക് ഇവിടെ റിയാക്ടന്റ്, ഇപ്പൊ നമ്മളിവിടെ ഫസ്റ്റ് ആ കാണിച്ചിരിക്കുന്ന ആ ഒരു വീഡിയോയിലാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ആ റൗണ്ട് ബോട്ടം ഫ്ലാസ്കിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ കോൺസെൻട്രേഷൻ, അതായത് ഗാഢത കോൺസെൻട്രേഷൻ കുറയുന്നത്, അപ്പൊ അവിടെ കോൺസെൻട്രേഷൻ കുറയുവാണ്. റിയാക്ഷൻ കൂടുമ്പോഴേക്കും, റിയാക്ഷന്റെ ടൈം കൂടുമ്പോഴേക്കും അല്ലെങ്കിൽ ആ ഒരു നടക്കുന്ന പ്രോസസ്സ് കൂടുമ്പോഴേക്കും എന്ത് സംഭവിക്കും? റിയാക്ടന്റ് കുറഞ്ഞുകൊണ്ടിരിക്കും അല്ലെ, അഭികാരകം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അഥവാ ഉൽപ്പന്നങ്ങളിൽ ഏതെങ്കിലും ഒന്നിന്റെ ഗാഢത കൂടുന്നു, അതായത് ടൈം പോകുന്നതനുസരിച്ച് കോൺസെൻട്രേഷൻ ഓഫ് ദി പ്രോഡക്റ്റ് കൂടുകയാണെങ്കിൽ നമ്മൾക്ക് അതിനെ പറയാം, അതാണ് ഈ ശരിക്കും പറഞ്ഞാൽ റേറ്റ് ഓഫ് എ റിയാക്ഷൻ അല്ലെങ്കിൽ രാസപ്രവർത്തനത്തിന്റെ നിരക്ക് എന്ന് പറയുന്നത്. ഇനി ശരാശരി നിരക്ക് അഭികാരകങ്ങളുടെയോ ഉൽപ്പന്നങ്ങളുടെയോ ഗാഢതയിലെ മാറ്റത്തിനെയും ആ മാറ്റത്തിന് എടുത്ത സമയത്തെയും ആശ്രയിക്കും. അപ്പൊ ശരാശരി നിരക്ക് എന്ന് പറഞ്ഞാൽ ആവറേജ് റേറ്റ് എന്ന് പറയുന്നത് ഏതൊരു അഭികാരകങ്ങളുടെ അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങളുടെ കോൺസെൻട്രേഷനിൽ ഉണ്ടാവുന്ന ചേഞ്ചിനെ, അപ്പൊ നമുക്കറിയാം എങ്ങനെ എഴുതാം ആ ഒരു റിലേഷൻ. ആർ ആവറേജ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്ടന്റ്, ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്ടന്റ് ഡിവൈഡഡ് ബൈ ടൈം, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ദി പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ ടൈം, ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ ടൈം എന്ന് പറയാം. ഇനി നമുക്കറിയാം ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ അവിടെ റിയാക്ടന്റിന് എന്ത് സംഭവിക്കും? കുറഞ്ഞുകൊണ്ടിരിക്കും. അതേസമയം പ്രോഡക്റ്റ് എന്ത് ചെയ്യും? കൂടും. അപ്പൊ അത് കാണിക്കാൻ വേണ്ടി നമ്മൾ പ്രോഡക്റ്റിന് ഒരു പ്ലസ് സൈനും ഇട്ടു, റിയാക്ടന്റിന്റെ സൈഡിൽ ഒരു മൈനസ് സൈനും ഇട്ടു. മൈനസ് സൈൻ എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? കുറയുന്നു. പ്രോഡക്റ്റിന്റെ സൈഡിൽ നമ്മൾ പ്ലസ് ഇട്ടേക്കുന്നത് എന്തിനാ? പ്രോഡക്റ്റ് ആസ് റിയാക്ഷൻ പ്രൊസീഡ്സ്, പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂടും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ദ വെരി ബേസ്. ഇപ്പൊ നമ്മൾ എന്താ സംസാരിച്ചത്? പ്രതികരണ നിരക്ക്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രതികരണ നിരക്ക് അല്ലെ രാസപ്രതികരണ നിരക്ക്, റേറ്റ് ഓഫ് എ റിയാക്ഷൻ. അതായത് രാസപ്രതികരണത്തിന്റെ വേഗതയെ പ്രതിനിധീകരിക്കുന്ന അളവാണ് പ്രതികരണ നിരക്ക് അല്ലെങ്കിൽ റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇത് അഭികാരകങ്ങളുടെ അളവിലുണ്ടാകുന്ന മാറ്റത്തിന്റെ വേഗതയോ ഉൽപ്പന്നങ്ങളുടെ രൂപീകരണ വേഗതയോ ആശ്രയിച്ചിരിക്കുമെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി ഈ പ്രതികരണ നിരക്കിനെ ബാധിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസിങ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ? ഒന്നാമത്തേത് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ്. സംകേന്ദ്രണം എന്ന് പറയുന്നത് സംകേന്ദ്രണം ഫിസിക്സ് വരുമ്പോഴാണ്. കോൺസെൻട്രേഷൻ ഗാഢത, അതായത് നമ്മുടെ അഭികാരകങ്ങളുടെ ഗാഢത. ഗാഢത കൂടുമ്പോൾ അണുക്കൾ മോളിക്യൂൾസ് പരസ്പരം
കൂട്ടിമുട്ടിച്ചേരുകൾ വിച്ച് മീൻസ് കൊളിഷൻസ് കൂടുതലാകും. അതുകൊണ്ട് എന്ത് സംഭവിക്കും? പ്രതികരണ നിരക്ക് വർദ്ധിക്കും. അതായത് കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? റേറ്റും കൂടും. റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? റേറ്റും കൂടും. എങ്ങനെയായിരിക്കും? നമ്മൾ എടുക്കുന്ന കോൺസെൻട്രേഷൻ കൂടുമ്പോഴേക്കും അവിടെ മോളിക്യൂൾസ് തമ്മിലുള്ള കൊളിഷൻസ് കൂടും. അപ്പൊ കൊളിഷൻസ് കൂടുമ്പോഴേക്കും ഫാസ്റ്റ് ആയിട്ട് റിയാക്ഷൻ നടക്കും. സോ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ കൂടും. രണ്ടാമത്തത് ഉഷ്ണസ്ഥിതി അല്ലെങ്കിൽ താപനില. നോക്കിക്കേ, ടെമ്പറേച്ചർ അല്ലെങ്കിൽ താപനില എങ്ങനെയായിരിക്കും? ഉഷ്ണത കൂടുമ്പോൾ അല്ലെങ്കിൽ when temperature increases kinetic energy of the molecules increases. അതായത് അണുക്കളുടെ ചലനം കൂടുന്നു, അതുകൊണ്ട് കൂടുതൽ ഊർജ്ജമുള്ള കൊളിഷൻസ് ഉണ്ടാവുകയും നിരക്ക് വർദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ ടെമ്പറേച്ചർ ഒന്നാമത്തെ കാര്യം, രണ്ടാമത്തേത് കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്ടന്റ്. ഇനി മൂന്നാമത്തെ പ്രഷർ. ഇൻ ദ കേസ് ഓഫ് ഗേഷ്യസ് റിയാക്ടൻസ്, അതായത് ഗേഷ്യസ് റിയാക്ടൻസിന്റെ കേസിൽ, അതായത് വാതക അഭികാരകങ്ങളുടെ കേസിലാണ് പ്രഷർ ഇൻഫ്ലുവൻസ് ഉണ്ടാവുന്നത്. മർദ്ദം കൂടുമ്പോൾ കോൺസെൻട്രേഷൻ കൂടുകയും, മർദ്ദം കൂടുമ്പോൾ വാട്ട് ഹാപ്പൻസ് ആണ്, നമ്മളിപ്പോ ഈ ഒരു എടുത്തിരിക്കുന്ന ഈ ഒരു വെസലിലേക്ക് നമ്മൾ പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോഴേക്കും വോളിയം കുറയുകയും കോൺസെൻട്രേഷൻ കൂടുകയും അതുവഴി നമ്മുടെ നിരക്ക് കൂടുകയും ചെയ്യും. ഇനി അതുപോലെ തന്നെ കാറ്റലിസ്റ്റ്. ഫോർത്ത് പോയിന്റ് ഈസ് കാറ്റലിസ്റ്റ്. ഉൽപ്രേരകങ്ങൾ ഉപയോഗിച്ചാൽ പ്രവർത്തന ഊർജ്ജം കുറയുകയും നിരക്ക് വർദ്ധിക്കുകയും ചെയ്യും. അപ്പൊ അതായത് ഇതിപ്പോ നമ്മൾ ഒരു ആക്ടിവേഷൻ എനർജിയുടെ ഗ്രാഫ് ഉണ്ട്, അത് ഈ ഒരു ചാപ്റ്ററിൽ തന്നെ പഠിക്കുന്നതാണ്. അതായത് നമ്മൾ ആക്ച്വലി ഒരു പ്രോഗ്രസ് ഓഫ് ദ റിയാക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നടക്കുന്നതെങ്കിൽ, ഫോർ എൻ എക്സോതെർമിക് റിയാക്ഷനിൽ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ വെൻ വി ആർ ആഡിങ് ദിസ് കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഉൽപ്രേരകങ്ങൾ ആഡ് ചെയ്യുമ്പോഴേക്കും ഇവിടെ എന്ത് സംഭവിക്കും? അവർ ആക്ടിവേഷൻ എനർജി കുറച്ചിട്ട് ഈ റിയാക്ഷൻ പെട്ടെന്ന് ഫാസ്റ്റ് ആകും. ഇവിടുന്ന് ഇവിടം വരെ പോകാനുള്ള ആ ടൈം കുറച്ചിട്ട് പെട്ടെന്ന് തന്നെ ഈ റിയാക്ഷന്റെ റേറ്റ് കൂട്ടിത്തരും. ഇതാണ് ഉൽപ്രേരകങ്ങൾ എന്ന് പറയുന്നത്. സോ ഉൽപ്രേരകങ്ങൾ ഉപയോഗിച്ചാൽ പ്രവർത്തന ഊർജ്ജം കുറയുകയും നിരക്ക് വർദ്ധിക്കുകയും ചെയ്യും. ഇനി അഞ്ചാമത്തത് ഉപരിതല പ്രദേശം, അതായത് സർഫസ് ഏരിയ ഓഫ് ദി റിയാക്ടന്റിന്റെ സർഫസ് ഏരിയ എന്താണെന്ന് നോക്കാം. അതായത് സോളിഡ് റിയാക്ടൻസ് ചെറുതായി പൊടിച്ചാൽ ഉപരിതല വിസ്തീർണം കൂടുകയും നിരക്ക് വർദ്ധിക്കുകയും ചെയ്യും. അതായത് സർഫസ് ഏരിയ കൂട്ടണം. സർഫസ് ഏരിയ കൂട്ടുന്നത് എപ്പോഴാണ്? നമുക്ക് പൗഡേർഡ് ഫോമിലാവുമ്പോൾ അതിന്റെ സർഫസ് ഏരിയ കൂടുതലായിരിക്കും. അതായത് ഭാഗങ്ങളുടെ ഉപരിതല പ്രദേശം കൂടുതലായിരിക്കും. അങ്ങനെ അഭികാരകങ്ങൾ ചെറുതായി പൊടിച്ചാൽ നിരക്ക് വർദ്ധിക്കുകയും ചെയ്യും. ഓക്കെ. Rate of a reaction is the change in concentration of the reactants or products by time taken. അതായത് തന്നിരിക്കുന്ന സമയത്തിലെ കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്ടന്റിന്റെ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് ദി പ്രോഡക്റ്റിന്റെ ചേഞ്ചിനെയാണ് റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ പറയുന്നത് എന്താണ്? ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്ടന്റ്. അതായത് റിയാക്ടന്റിന്റെ കേസിൽ ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ആണ്, പ്രോഡക്റ്റിന്റെ കേസിലാണെങ്കിൽ ഇൻക്രീസ് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് ദി പ്രോഡക്റ്റ് ആയിരിക്കും. അപ്പൊ നമ്മളോട് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ എങ്ങനെയാണെന്ന് നോക്കാലോ. അതുകൊണ്ട് ഇവിടെ നോക്കിക്കേ, ആദ്യമേ റിയാക്ടന്റിന്റെ കേസ് ആണെങ്കിൽ റിയാക്ടന്റ് സമയം കൂടുന്നതനുസരിച്ച് റിയാക്ടന്റ് കുറഞ്ഞു ഒരു പെർട്ടിക്കുലർ സമയത്തെത്തുന്നു. ഓക്കെ, ഒരു പെർട്ടിക്കുലർ ടൈം എത്തുന്നു. അവിടെ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ഇനി അത് കുറയാനൊന്നുമില്ല, റിയാക്ടന്റ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. അതേസമയം പ്രോഡക്റ്റ് ആണെങ്കിലോ ടൈം കൂടുന്നതനുസരിച്ച് ഒരു കെമിക്കൽ റിയാക്ഷനിലെ പ്രോഡക്റ്റ് കൂടി വരികയും അതും ഒരു കോൺസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വേണം. പിന്നെ ഫെർദർ പ്രോഡക്റ്റ് ഫോം ചെയ്യത്തില്ല. അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചത് കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന സന്തുലനാവസ്ഥ എന്ന് പറയുമ്പം ഇവിടെ റിയാക്ടന്റും നമ്മളൊരു റിയാക്ഷൻ മിക്സർ എടുത്ത് കഴിയുമ്പം അവിടെ റിയാക്ടന്റും പ്രോഡക്റ്റും ചേഞ്ച് ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾക്ക് എന്താ പറയാൻ പറ്റുന്നത്? സന്തുലനാവസ്ഥയിൽ എത്തി എന്നാ പറയുന്നത്. ഇറ്റ് ഇസ് നമ്മൾ കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഇതിന്റെ പ്രീവിയസ് വീഡിയോ ഒന്ന് നോക്കൂ കേട്ടോ, ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. ഇനി അപ്പൊ നമുക്ക് ഈ റേറ്റിനെ നമുക്ക് രണ്ട് രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, സ്പീഡാണ്. റേറ്റിനെ നമുക്ക് രണ്ട് രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഒന്നാമത്തേത് ആവറേജ് റേറ്റും രണ്ടാമത്തേത് ഇൻസ്റ്റന്റേനിയസ് റേറ്റും. ആവറേജ് എന്ന് പറയുമ്പോൾ നമ്മൾക്കൊരു ലോങ് ടൈം പീരീഡിൽ ഉണ്ടായിരുന്ന ആ ഒരു റേറ്റിലുള്ള വ്യത്യാസത്തിനെയാണ് നമ്മൾ ആവറേജ് റേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ആണ് രണ്ടാമത്തത്. ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ ഉണ്ടാകുന്ന റേറ്റിനെയാണ് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് പറയുന്നത്. എന്താണെങ്കിലും എന്താ നമ്മൾ അവിടെ ചെയ്യുന്നത്? ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്ടന്റ് വിത്ത് ടൈം ടേക്കൻ ഓർ ഇൻക്രീസ് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് ദ പ്രോഡക്റ്റ് വിത്ത് ടൈം ടേക്കൻ. അതിന്റെ രണ്ട് റിയാക്ഷൻസ് ആണ് ഈ തന്നിരിക്കുന്നത്. റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഈസ് ഈക്വൽ ടു ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ബൈ ടൈം ടേക്കൻ. അപ്പൊ അവിടെ ഡിക്രീസ് നമ്മൾ എങ്ങനെ കാണിക്കും? concentration of final concentration of the reactant minus initial concentration of the reactant divided by a time change. അതിനെയാണ് നമ്മൾ ഡെൽറ്റ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇനി ഇൻസ്റ്റന്റേനിയസ് ആണെങ്കിലോ അവിടെ സ്മോൾ ഡിഫറൻഷ്യൽ ആണ്, വളരെ സ്മോൾ ആണ്. അപ്പോൾ അവിടെ നമ്മൾ ഡി എന്നുകൊണ്ട് മൈനസ് ഡി കോൺസെൻട്രേഷൻ ഓഫ് എ ഡിവൈഡ് ബൈ ഡി ടി എന്നും. അതുപോലെ തന്നെ പ്രോഡക്റ്റിന്റെ കേസിലാണെങ്കിലോ
വിച്ച് ഈസ് ഈക്വൽ ടു ആണ് കേട്ടോ, ഈക്വൽ ആണ് പ്ലസ് ഡി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് പി ഡിവൈഡ് ബൈ ഡി ടി എന്നും വരും. ഓക്കെ, ഇപ്പൊ രണ്ട് രീതിയിൽ നമുക്ക് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. അടുത്തായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റേറ്റ് ലോ അല്ലെങ്കിൽ റേറ്റ് എക്സ്പ്രഷൻ എന്നതുകൊണ്ടാണ് എന്ന് പറയുന്ന ടൈമാണ്. അപ്പൊ റേറ്റ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരക്ക് നിയമം, റേറ്റ് ലോ എന്ന് പറയുമ്പോൾ നിരക്ക് നിയമം. അതുപോലെ തന്നെ റേറ്റ് എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നിരക്ക് നിയമം അല്ലെങ്കിൽ നിരക്ക് നിയമം അല്ലെങ്കിൽ നിരക്ക് എക്സ്പ്രഷൻ. അതുപോലെ തന്നെ നിരക്ക് സമവാക്യമുണ്ട് ഇവിടെ. നമ്മൾ സമവാക്യമല്ല, സ്ഥിരാങ്കം, നിരക്ക് സ്ഥിരാങ്കം, അതിനെ രണ്ടിനെ കുറിച്ചാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. നിരക്ക് നിയമവും നിരക്ക് സ്ഥിരാങ്കവും. അപ്പൊ ഇവിടെ നോക്കിക്കേ, നമ്മുടെ കയ്യിൽ ഒരു റിയാക്ഷൻ ഉണ്ട്, ഒരു ജനറൽ റിയാക്ഷൻ ആണ്. എ പ്ലസ് ബി ഗീവ്സ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ജനറൽ റിയാക്ഷൻ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്റെ റേറ്റ് എന്തായിരിക്കും? റേറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്ടന്റ് ഓർ പ്രോഡക്റ്റ് ആയിരിക്കും അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് റിയാക്ടന്റ് എ എന്ന് പറയുന്നത് കുറയുമായിരിക്കും. അപ്പൊ മൈനസ് ഡി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ ഡിവൈഡഡ് ബൈ ഡി ടി. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, എയ്തർ എ ആയിരിക്കും അല്ലെങ്കിൽ മൈനസ് ഡി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി ഡിവൈഡഡ് ബൈ ഡി ടി. ഇനി പ്രോഡക്റ്റിന്റെ ടേബിൾ എഴുതുവാണല്ലോ, എല്ലാം ഈക്വൽ ടു ആണേ, പ്ലസ് ഡി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് പി ഡിവൈഡഡ് ബൈ ഡി ടി. കാരണം പ്രോഡക്റ്റ് കൂടുക, അപ്പൊ നമ്മൾ പ്ലസ് ആയിട്ടാണ് കാണിക്കുന്നത്. പ്ലസ് ഡി കോൺസെൻട്രേഷൻ ഓഫ് പി ഡിവൈഡഡ് ബൈ ഡി ടി എന്ന് വരും. ഓക്കെ, മനസ്സിലായോ? ഇനി നമ്മൾക്ക് ഇതിനെ തന്നെ നമുക്കൊരു റേറ്റ് ലോ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ആ എക്സ്പ്രഷനെയാണ് റേറ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അത് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഇങ്ങനെയാണ്. ദാറ്റ് ഈസ്, ഇവിടെ നോക്കിക്കേ, കുറച്ചുകൂടെ നമുക്ക് ഇവിടുന്ന് മനസ്സിലാവും. റേറ്റ് ലോ എക്സ്പ്രഷൻ ഓർ റേറ്റ് ഇക്വേഷൻ എഴുതുന്നത്, ഇറ്റ് ഈസ് ദ എക്സ്പ്രഷൻ വിച്ച് ഗീവ്സ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഇൻ ടേംസ് ഓഫ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടന്റ്. ഇവിടെ റിയാക്ടന്റിന്റെ മോളാർ കോൺസെൻട്രേഷൻ, അതായത് അഭികാരങ്ങളുടെ കോൺസെൻട്രേഷൻ കാണുന്നതിനെ മാത്രമാണ് നമ്മൾ റേറ്റ് എക്സ്പ്രഷനിൽ എഴുതുന്നത്. ഇവിടെ നമുക്ക് കൺസിഡർ ജനറൽ റിയാക്ഷൻ, ഒരു റിയാക്ഷൻ കൺസിഡർ ചെയ്തു. അതിന്റെ ജനറൽ റിയാക്ഷൻ എ പ്ലസ് ബി ബി ഗീവ്സ് എ പ്ലസ് ബി ബി ഗീവ്സ് പ്രോഡക്റ്റ് ആണെങ്കിൽ നമ്മൾക്ക് ഇവിടെ റേറ്റ് എങ്ങനെ എഴുതുന്നത്, അതിന്റെ റിയാക്ടന്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടന്റ്. അപ്പൊ റേറ്റ് ഈസ് ഈക്വൽ ടു കെ എന്ന് പറയുന്നത്, റേറ്റ് ഇവിടെ എക്സാക്ട്ലി റേറ്റ് എന്ന് പറയുന്നത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്ടന്റ് എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്ടന്റ് ബി ആണ്. പിന്നെ ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്ക് രണ്ട് സ്റ്റോയിച്ചിയോമെട്രിക് കോഎഫിഷ്യന്റ് ഉണ്ട്, സ്മോൾ ലെറ്റർ എയും സ്മോൾ ലെറ്റർ ബിയും അല്ലെ. അതിനെ നമ്മൾ എങ്ങനെ എഴുതും, ഇതിന്റെ പവർ ആക്കി എഴുതും, എയും ബിയും അതിന്റെ പവർ ആക്കി എഴുതും. ഇനി ഈ സ്റ്റോയിച്ചിയോമെട്രിക് കോഎഫിഷ്യന്റിനെ നമ്മൾക്ക് മലയാളത്തിൽ എന്താ പറയുന്നതെന്ന് അറിയാമോ? അതിന്റെ മലയാളത്തിൽ പറയുന്നതാണ് രാസസമീകരണ മിതീയ ഗുണാങ്കങ്ങൾ. അതായത് നമ്മൾക്ക് ഇംഗ്ലീഷിൽ പറയുമ്പോൾ രാസസമീകരണ മിതീയ ഗുണാങ്കങ്ങൾ. ഇംഗ്ലീഷിൽ പറയുമ്പോൾ നമ്മുടെ സ്റ്റോയിച്ചിയോമെട്രിക് കോഎഫിഷ്യന്റ് രാസസമീകരണ മിതീയ ഗുണാങ്കങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ഗുണാങ്കങ്ങൾ എന്ന് പറയാം. ആ ഗുണാങ്കങ്ങൾ ഇപ്പൊ ഇവിടെ നമുക്ക് എ ടു ദ പവർ എ അല്ലെങ്കിൽ ബി ടു കോൺസെൻട്രേഷൻ ഓഫ് ക്യാപിറ്റൽ ലെറ്റർ ബി ടു ദ പവർ ബി എന്ന് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് അവിടെ എം അല്ലെങ്കിൽ എൻ എന്ന് എഴുതാം. ഈ എം എൻ എന്ന് പറയുന്നത് ഈ പറയുന്ന സ്മോൾ ലെറ്റർ എക്കും ബിക്കും തുല്യമാവാം, തുല്യമാവാതെ ഇരിക്കാം. ക്ലിയർ ആണോ? അതായത് നമുക്കിപ്പോ ഇതിന്റെ പവർ, അതിനൊരു പവർ ഉണ്ട്. ആ പവർ ചിലപ്പോൾ ഈ സ്റ്റോയിച്ചിയോമെട്രിക് കോഎഫിഷ്യന്റ് ആകാം, അല്ലെങ്കിൽ ഗുണാങ്കങ്ങളാവാം, അല്ലെങ്കിൽ ഗുണാങ്കങ്ങൾ ആവാതിരിക്കാം. ബട്ട് ബി അതിന്റെ റേറ്റ് എക്സ്പ്രഷൻ നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്. റേറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് എ ടു ദ പവർ എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി ടു ദ പവർ ബി. ഇവിടെ എയും ബി എന്ന് പറയുന്നത് ചിലപ്പോൾ ഗുണാങ്കങ്ങളാവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വാല്യൂ ആയിരിക്കാം എം എൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റിന് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ സ്ഥിരാങ്കം അല്ല കെ എന്ന് പറയുന്ന റേറ്റ് കോൺസ്റ്റന്റ് കൊണ്ടുവന്നത്. ആ റേറ്റ് കോൺസ്റ്റന്റ് ആണ് ഇവിടെ കെ എന്ന് പറയുന്നത്. കിട്ടിയോ? ഇനി above expression is called rate law expression. ഇതിനെ പറയുന്ന പോലെയാണ് റേറ്റ് ലോ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇവിടെ എമ്മും എന്നും മേ ഓർ മേ നോട്ട് ബി ഈക്വൽ ടു ദി കോഎഫിഷ്യന്റ്, അതായത് ഗുണാങ്കങ്ങൾ എയും ബിയുമായിട്ട് ചിലപ്പോൾ ഈക്വൽ ആവാം, ചിലപ്പോൾ ഈക്വൽ ആവത്തില്ല. ഇവിടെ എ ആൻഡ് ബി ഇൻ ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ റെസ്പെക്റ്റീവ്. അപ്പൊ റേറ്റ് ലോ എക്സ്പ്രഷൻ അല്ലെങ്കിൽ നിരക്ക് നിയമം എന്ന് പറയുന്നത് സമയം കടന്നു പോകുമ്പോൾ അഭികാരങ്ങളുടെ ഗാഢത കുറയുന്നതിനനുസരിച്ച് രാസപ്രവർത്തന നിരക്കും കുറയുന്നു. അപ്പൊ ഇവിടെ ശരിക്കും എന്താണ് രാസപ്രവർത്തനം? മീൻസ് ഡയറക്ട്ലി ഡിപ്പെൻഡിങ് ഓൺ ദി കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്ടന്റ്. റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ റേറ്റ് ലോ എഴുതുമ്പോൾ റിയാക്ടന്റിനെ മാത്രമേ എടുക്കുന്നുള്ളൂ. റേറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻ ദി കോൺസെൻട്രേഷൻ ഓഫ് ബി എന്ന് പറയാം. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് നിരക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് എ ടു ദി കോൺസെൻട്രേഷൻ ഓഫ് ബി എന്ന് പറയാം. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോ ഓഫ് മാസ് ആക്ഷൻ. നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ളതാണ് ലോ ഓഫ് മാസ് ആക്ഷൻ.
അക്കോർഡിംഗ് ടു ഗുൾബർഗ് ആൻഡ് വെയ്ജ്, അപ്പൊ ഈ ഒരു ലോ ഓഫ് മാസ് ആക്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഗുൾബർഗും വെയ്ജും ചെയ്തിട്ടാണ് റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടന്റ്. റിയാക്ടന്റിന്റെ മോളാർ കോൺസെൻട്രേഷന്റെ റേറ്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്ന് ആദ്യമേ പറഞ്ഞത് ഗുൾബർഗും വെയ്ജുമാണ്. അങ്ങനെ റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി എന്ന് പറയുന്നിടത്ത് എത്തി. അവിടെ എ എന്ന് പറയുന്നത് എന്താ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരുന്നു. ആ പ്രൊപ്പോർഷണലിനെ മാറ്റിയിട്ടാണ് നമ്മൾ ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കൊണ്ടുവന്നത്. ഇവിടെ കെ ഈസ് കോൾഡ് റേറ്റ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ നിരക്ക് സ്ഥിരാങ്കം അല്ലെങ്കിൽ വെലോസിറ്റി കോൺസ്റ്റന്റ് എന്നൊക്കെ അറിയപ്പെടുന്നു കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്ന് പറയുന്നത് ഒരു രാസപ്രവർത്തനത്തിന്റെ ഓർഡർ ആണ്. ഓർഡർ ഓഫ് എ റിയാക്ഷൻ എന്താണെന്നാണ് അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓർഡർ ഓഫ് റിയാക്ഷൻ ഈസ് ഡിഫൈൻഡ് as the sum of the powers of the concentration terms in the rate law expression. അപ്പൊ നമുക്ക് ഓൾറെഡി റേറ്റ് ലോ എഴുതാം. എ പ്ലസ് ബി ഗീവ്സ് പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ റിയാക്ഷൻ ആണെങ്കിൽ റേറ്റ് ലോ നമ്മൾ എങ്ങനെ എഴുതും? റേറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടന്റ് ആണ്. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് എ കോൺസെൻട്രേഷൻ ഓഫ് ബി. സോ റേറ്റ് ഈസ് ഈക്വൽ ടു ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ്. കെ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റി ഈക്വൽ ടു അപ്പൊ നമ്മൾ കെ കൊണ്ടുവന്നു. കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി എന്ന് എഴുതി അല്ലെ. ഇനി ഇവിടെ നമ്മൾക്ക് ഈ റേറ്റിന് പവർ ഓഫ് ദി കോൺസെൻട്രേഷൻ ടേംസ്, ഈ കോൺസെൻട്രേഷൻ ടേംസിന് ഇപ്പൊ ഇവിടെ 1 ഇവിടെ 1 എന്നുള്ള പവർ ആയിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത് ആ സം ഓഫ് ദി പവേഴ്സ്, ആ പവേഴ്സിന്റെ സം ആയിരിക്കും. അപ്പൊ ഈ ഒരു കേസിൽ 1 + 1 എന്നായിരിക്കും ആ ഓർഡർ എന്ന് പറയുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു 2. അപ്പൊ നമ്മൾ അതിനെ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓർഡർ ഓഫ് എ റിയാക്ഷൻ ഈസ് ഡിഫൈൻഡ് as the sum of the powers of the concentration terms in the rate law. ഇപ്പൊ ഇവിടെ എയും ബിയും ആണ് നമ്മുടെ സ്റ്റോയിച്ചിയോമെട്രിക് കോഎഫിഷ്യന്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് റേറ്റ് എന്ന് പറയുന്നത് കെ ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു എം. ഇവിടെ നമ്മൾ റേറ്റ് ലോയിലാണ് പവർ ആണ് നോക്കേണ്ടത്. റേറ്റ് ലോയിൽ എമ്മും എന്നും ആണെങ്കിൽ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സം ഓഫ് എം പ്ലസ് എൻ ആയിരിക്കും സം എന്ന് പറയുന്നത്. ഇനി ഓർഡർ ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. സീറോ ഓർഡർ ഉണ്ട്, ഫസ്റ്റ് ഓർഡർ ഉണ്ട്, സെക്കൻഡ് ഓർഡർ ഉണ്ട്. നമുക്കത് നോക്കാം. ഇപ്പൊ ഇതെന്ന് പറയുന്നത് സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ. ഇതുപോലെ തന്നെ സീറോ കിട്ടുന്ന കേസ് ഉണ്ട്. അപ്പൊ സീറോ ഓർഡർ റിയാക്ഷൻ. 1 കിട്ടിയാൽ നമ്മൾ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് വിളിക്കും. ഇനി ഞാൻ സപ്പോസ് നമ്മൾ എഴുതുവാണ്, ഒരു റേറ്റ് എക്സ്പ്രഷൻ എഴുതുവാണ്. റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ ടു ദി പവർ 1/2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി ടു ദി പവർ 3/2 എന്നാണെങ്കിൽ ഇതിന്റെ ഓർഡർ എന്തായിരിക്കും? ഓർഡർ ഈസ് ഈക്വൽ ടു 1/2 പ്ലസ് 3/2 എന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ 1/2 പ്ലസ് 3/2 എന്ന് പറയുന്നത് എന്തായിരിക്കും? 4/2 ആയിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു 2. അപ്പൊ ഓർഡർ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള രീതിയിൽ, അതായത് ഫ്രാക്ഷൻ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ ഓർഡർ ഫ്രാക്ഷനിലും കാണപ്പെടും. ഓക്കെ, ഓർഡർ ഫ്രാക്ഷൻ ആയിട്ടും കാണപ്പെടും, അതായത് ഭിന്നകങ്ങളായിട്ടും കാണപ്പെടും. ഓർഡർ ഭിന്നകങ്ങളുമാകാം എന്ന് പറയുന്നത് ഭിന്നകങ്ങൾ. ഓക്കെ, നമ്മളപ്പോ സീറോ ഓർഡർ റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. സീറോ ഓർഡർ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഓർഡർ എന്തായിരിക്കും? 0 ആയിരിക്കും. അതുപോലെ തന്നെ here the rate of the reaction is independent of the concentration of the reactant. റിയാക്ടന്റിന്റെ ഗാഢതയെ ഡിപ്പെൻഡ് ചെയ്യാത്ത ഓർഡറിനെ വിളിക്കുന്ന പേരാണ് സീറോ ഓർഡർ റിയാക്ഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ 0 ഓർഡർ റിയാക്ഷൻ രാസപ്രവർത്തനം എന്നാൽ അർത്ഥമാക്കുന്നത് രാസപ്രവർത്തന നിരക്ക് അഭികാരകങ്ങളുടെ ഗാഢതയെ ആശ്രയിക്കുന്നില്ല എന്നാണ്. അഭികാരകങ്ങളുടെ ഗാഢതയെ ആശ്രയിക്കാത്ത ഓർഡർ ഓഫ് റിയാക്ഷൻ ആണ് നമ്മൾ എന്ത് പറയുന്നത്? സീറോ ഓർഡർ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, 2 molecules of NH3 react to give N2 plus 3H2. ഇവിടെ നമ്മൾ ഡിസോസിയേഷൻ ഓഫ് അമോണിയ ആണ് കാണപ്പെടുന്നത്. ഇവിടെ നോക്കിക്കേ, ഇവിടെ പ്ലാറ്റിനം സർഫസിലാണ് ഈ ഒരു റിയാക്ഷൻ നടക്കുന്നത്. കാറ്റലിസ്റ്റ് ഉണ്ട്. സോ ഇവിടെ നോക്കിക്കേ, ഇവിടെ റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് NH3 ടു ദി പവർ 0 ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഓർഡർ 0 ആണ്. അപ്പോൾ സീറോ ഓർഡർ റിയാക്ഷന്റെ മറ്റ് എക്സാമ്പിൾസ് ആണ് ഓൾ ഫോട്ടോകെമിക്കൽ റിയാക്ഷൻ. എല്ലാ ഫോട്ടോകെമിക്കൽ റിയാക്ഷൻസും സീറോ ഓർഡർ റിയാക്ഷൻസ് ആണ്. അതായത് ലൈറ്റിന്റെ പ്രസൻസിൽ നടക്കുന്ന എല്ലാ കെമിക്കൽ റിയാക്ഷൻസും സീറോ ഓർഡർ റിയാക്ഷൻ എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ ഡീകമ്പോസിഷൻ ഓഫ് അമോണിയ ഓൺ മെറ്റൽ സർഫസിന്റെ പ്രസൻസിൽ അമോണിയ ഡീകമ്പോസ് ചെയ്യുന്നത് സീറോ ഓർഡർ റിയാക്ഷൻ എക്സാമ്പിൾ. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ, അതായത് നമുക്കിപ്പോ റേറ്റ് ഇക്വേഷൻ എഴുതുക, റേറ്റ് എക്സ്പ്രഷൻ എഴുതുകയാണെങ്കിൽ റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്ടന്റ്, അത് റേസ് ടു ദ പവർ 1. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ റേറ്റ് ഓഫ് റിയാക്ഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ 1 കോൺസെൻട്രേഷൻ ടേം ഉള്ളി. ഒരു കോൺസെൻട്രേഷൻ ടേമിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ നോക്കിക്കേ, N2O5 gives N2O4 plus half O2. ഇവിടുത്തെ റേറ്റ് എന്താണ്? റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ദിസ് റിയാക്ടന്റ് മാത്രമേ ഉള്ളൂ. സോ ഓർഡർ 1 ആണ്.
ഇനി അതുപോലെ തന്നെ H2O2 എന്ന് പറയുന്ന ഒരൊറ്റ റിയാക്ടറിന്റെ ഇവിടെയുള്ളൂ. സോ റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H2O2 ടു ദി പവർ 1 വരും. അപ്പോൾ ഓർഡർ 1 ആണ്. ഇനി അഗെയിൻ അമോണിയം നൈട്രേറ്റ് NH4NO2 ഇവിടെ ഡീകമ്പോസിഷൻ നടക്കുമ്പോൾ അവിടുത്തെ ഓർഡർ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ റിയാക്ടന്റിന്റെ ഭാഗത്ത് ഒരു റിയാക്ടന്റ് മാത്രമേ ഉള്ളെങ്കിൽ അവിടെ റേറ്റ് എങ്ങനെയായിരിക്കും? റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ റിയാക്ടന്റ് മാത്രമേ കാണത്തുള്ളൂ. അഭികാരകം മാത്രമേ ഉള്ളൂ. അപ്പോൾ അഭികാരകത്തിന്റെ കോൺസെൻട്രേഷനെ മാത്രമേ ഗാഢതയെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഓർഡർ 1 ആയിരിക്കും. ഇവിടെ നോക്കുക, അതർ എക്സാമ്പിൾസ് ഓൾ നാച്ചുറൽ ആൻഡ് ആർട്ടിഫിഷ്യൽ റേഡിയോ ആക്റ്റീവ് ഡീകേ. എല്ലാ നാച്ചുറലും ആർട്ടിഫിഷ്യൽ റേഡിയോ ആക്റ്റീവ് ഡീകേയും ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസ് ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ എന്തായിരുന്നു? ഓൾ ഫോട്ടോകെമിക്കൽ റിയാക്ഷൻസും അതുപോലെ തന്നെ ഡീകമ്പോസിഷൻ ഓഫ് അമോണിയം മെറ്റൽ സൾഫേഴ്സ്, അതായത് കാറ്റലിസ്റ്റ് യൂസ് ചെയ്തിട്ടുള്ള റിയാക്ഷൻ ഡീകമ്പോസിഷൻ റിയാക്ഷൻസും എന്തായിരിക്കും? സീറോ ഓർഡർ റിയാക്ഷൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറയുന്ന എല്ലാ നാച്ചുറലും ആർട്ടിഫിഷ്യലുമായിട്ടുള്ള റേഡിയോ ആക്റ്റീവ് ഡീകേസ് എല്ലാം ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസ് ആയിരിക്കും. അടുത്തായിട്ട് നമുക്ക് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. അതിന് മുന്നായിട്ട് ഇവിടെ നോക്കിക്കേ, വാട്ട് ഈസ് ദ മോളിക്കുലാരിറ്റി, വാട്ട് ഈസ് ദ ഓർഡർ ഓഫ് ദിസ് പർട്ടിക്കുലർ റിയാക്ഷൻ. ഇവിടെ നോക്കിക്കേ, ഓർഡർ എങ്ങനെയായിരിക്കും എഴുതുക? K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് NO ടു ദി പവർ 2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് O2 ടു ദി പവർ 1. അപ്പൊ ഇവിടെ എന്ത് വരും? 2 + 1 ആയിരിക്കും. സം ഓഫ് ദി പവർ ഓഫ് ദി കോൺസെൻട്രേഷൻ ടേംസ്. അപ്പൊ ഓർഡർ ഇവിടെ 3 വരും. അടുത്തായിട്ട് നമുക്ക് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറയുന്നത് റിയാക്ഷൻ വിച്ച് അപ്പിയർ ടു ബി ഹയർ ഓർഡർ. നമ്മൾ തോന്നും അത് വലിയ ഹയർ ഓർഡർ, അതായത് കൂടുതലായിട്ടുള്ള ഓർഡർ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ തേർഡ് ഓർഡർ, ഫോർത്ത് ഓർഡർ ആണെന്നൊക്കെ വിചാരിക്കും. ബട്ട് ആക്ച്വലി ഫോളോസ് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ്. പക്ഷെ അത് ഫസ്റ്റ് ഓർഡർക്ക് അധികം മാത്രമാണ് കാണിക്കുന്നതെങ്കിൽ നമുക്ക് അതിനെ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് വിളിക്കാം. എക്സാമ്പിൾ ആസിഡ് ഹൈഡ്രോളിസിസ് ഓഫ് ഈഥൈൽ അസറ്റേറ്റ് ഇൻടു ഈഥൈൽ ആൽക്കഹോൾ ആൻഡ് അസറ്റിക് ആസിഡ്. അപ്പം നമ്മളിവിടെ ഈഥൈൽ അസറ്റേറ്റ് ആണ് ഈ എടുത്ത് വെച്ചിരിക്കുന്നത്. ഈഥൈൽ അസറ്റേറ്റിനെ നമ്മൾ ഹൈഡ്രോളൈസ് ചെയ്യുവാണ്, വെള്ളം ഉപയോഗിച്ച് വിഘടിപ്പിക്കുകയാണ് ഇൻ പ്രസൻസ് ഓഫ് ആസിഡ്. അപ്പൊ ആസിഡ് ഹൈഡ്രോളിസിസ് ഓഫ് ഈഥൈൽ അസറ്റേറ്റ് എന്തൊക്കെ കിട്ടും? എസ്റ്ററിനെ ഹൈഡ്രോളൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആസിഡും കിട്ടും, ആൽക്കഹോളും കിട്ടും. അങ്ങനെ നമുക്ക് ഇവിടെ ആസിഡും ആൽക്കഹോളും കിട്ടി. പക്ഷെ ഇവിടെ എന്താണ് ഈ ആസിഡ് ഹൈഡ്രോളൈസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഹയർ ഓർഡർ ആണെന്ന്. പക്ഷെ ഇത് ആക്ച്വലി ഫോളോസ് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആയിരിക്കും. അപ്പൊ ഇതൊരു ബൈമോളിക്കുലർ റിയാക്ഷൻ ആണെന്ന് നമുക്ക് തോന്നും. ബട്ട് ഇറ്റ്സ് ഓർഡർ ഈസ് 1. ഇവിടെ നമുക്ക് 2 റിയാക്ടന്റ് ഉണ്ടല്ലോ, ഇതൊരു റിയാക്ടന്റ് ആണ്, ഇതൊരു റിയാക്ടന്റ്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇത് ഓർഡർ ചിലപ്പോൾ 2 ആണെന്ന് വിചാരിക്കും. പക്ഷെ ഓർഡർ 1 ആണ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ആൻഡ് ദിസ് ഇസ് ബിക്കോസ് ഡ്യൂറിംഗ് റിയാക്ഷൻ ഓൺലി ദി കോൺസെൻട്രേഷൻ ഓഫ് എസ്റ്റർ ഡിക്രീസസ്. അപ്പൊ എസ്റ്ററിന്റെ കോൺസെൻട്രേഷൻ മാത്രം കുറയുന്നതുകൊണ്ട് ഡിപ്പെൻഡിങ് അപ്പോൺ ദി കോൺസെൻട്രേഷൻ ഓഫ് എസ്റ്റർ മാത്രമാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ദിസ് ഇസ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഇതൊരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. ഇനി നമുക്ക് നോക്കാം, ഒരു ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസ് ആൻഡ് ഗീവ് എക്സാമ്പിൾ. ഒരു ക്വസ്റ്റ്യൻ ആണ്. കണ്ടാൽ ഉയർന്ന ഓർഡർ ആണെന്ന് തോന്നുമെങ്കിലും ഫസ്റ്റ് ഓർഡർ ആയ റിയാക്ഷൻസിനെ സ്യൂഡോ ഓർഡർ റിയാക്ഷൻസ് എന്ന് പറയുന്നു. എക്സാമ്പിൾസ്: നേർപ്പിച്ച ആസിഡിന്റെ സാന്നിധ്യത്തിൽ ഈഥൈൽ അസറ്റേറ്റ് എസ്റ്ററിനെ ഹൈഡ്രോളിസിസ് ചെയ്യുന്നു. ഇവിടെ മോളിക്കുലാരിറ്റി 2 ആണെങ്കിലും ജലം കൂടുതലുള്ളത് കൊണ്ട് ജലത്തിന്റെ ഗാഢത നമ്മൾ റിയാക്ഷൻ റേറ്റിനെ ബാധിക്കുന്നു. രണ്ടാമത് വേറൊരു എക്സാമ്പിൾ ഉണ്ട്. നേർപ്പിച്ച ആസിഡിന്റെ സാന്നിധ്യത്തിൽ ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ കെയിൻ ഷുഗറിന്റെ ഇൻവേർഷൻ നടത്തുന്നതും ഈ പറയുന്ന സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ മറ്റൊരു എക്സാമ്പിൾ ആണ്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന എലമെന്ററി റിയാക്ഷൻ എന്താണ്, കോംപ്ലക്സ് റിയാക്ഷൻ എന്താണ്, അതായത് മൗലിക രാസപ്രവർത്തനങ്ങൾ എന്താണ്, സങ്കീർണ രാസപ്രവർത്തനങ്ങൾ എന്താണെന്നാണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മൗലിക രാസപ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒറ്റ സ്റ്റെപ്പിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങളെയാണ് നമ്മൾ മൗലിക രാസപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അത് ഒറ്റ ഘട്ടത്തിൽ സംഭവിക്കുന്ന രാസപ്രവർത്തനങ്ങളെ നമ്മൾ മൗലിക രാസപ്രവർത്തനങ്ങൾ എന്ന് വിളിക്കും. ഇനി ഒന്നിലധികം മൗലിക രാസപ്രവർത്തനങ്ങളുടെ ഫലമായാണ് ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുന്നതെങ്കിൽ അത്തരം രാസപ്രവർത്തനങ്ങളെ നമ്മൾ സങ്കീർണ രാസപ്രവർത്തനങ്ങൾ എന്ന് പറയും. അതായത് കെമിക്കൽ റിയാക്ഷൻ വിച്ച് ടേക്സ് പ്ലേസ് ഇൻ എ സിംഗിൾ സ്റ്റെപ്പ്, അതായത് ഒറ്റ സ്റ്റെപ്പിലാണെങ്കിൽ നമ്മൾ പറയും എലമെന്ററി റിയാക്ഷൻ അല്ലെങ്കിൽ മൗലിക രാസപ്രവർത്തനങ്ങൾ. ഇനി ഓൾ ദി മോളിക്യൂൾസ് ഓഫ് ദി റിയാക്ഷൻ അണ്ടർഗോ സൈമൾട്ടേനിയസ് കൊളീഷൻ, ഇവിടെയാണെങ്കിൽ എല്ലാം ഒരേ സമയത്ത് കൊളീഷൻ വിധേയമാകും, അതായത് കൂട്ടിയിടിച്ച് കറക്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഫോം ചെയ്യും. ഇനി അതേസമയം റിയാക്ഷൻ വിച്ച് ടേക്സ് പ്ലേസ് ഇൻ മോർ ദാൻ 1 സ്റ്റെപ്പ്, അതായത് ഒട്ടനവധി മൗലിക രാസപ്രവർത്തനങ്ങളുടെ ഫലമായാണ് പ്രോഡക്റ്റ് ഉണ്ടാവുന്നതെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് ഈസ് കോൾഡ് കോംപ്ലക്സ് റിയാക്ഷൻ അല്ലെങ്കിൽ സങ്കീർണ രാസപ്രവർത്തനങ്ങൾ. ഇറ്റ് ഇൻവോൾവ്സ് എ നമ്പർ ഓഫ് എലമെന്ററി റിയാക്ഷൻ. അതിനൊരു എക്സാമ്പിൾ ആണ് ഓക്സിഡേഷൻ ഓഫ് ഈഥൈൻ to carbon dioxide and water occurs through a series of intermediate steps in which alcohol, aldehyde and acids are formed. അപ്പോൾ ഇത് നമ്മുടെ SCRT ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ഒരു എക്സാമ്പിൾ ആണ്. ഈഥേന്റെ ഓക്സീകരണം, ഈഥേന്റെ ഓക്സിഡേഷൻ എന്തൊക്കെയാ കിട്ടുന്നത്? കാർബൺ ഡയോക്സൈഡും വാട്ടറും ഈഥേന്റെ ഓക്സിഡേഷൻ വഴി കിട്ടുന്നത് ഈസ് എൻ എക്സാമ്പിൾ ഫോർ
സങ്കീർണ രാസപ്രവർത്തനം. അപ്പോൾ molecularity of a reaction. It is the number of reacting species which collide simultaneously. ഇതാണ് നമ്മുടെ ടേം, collide simultaneously to bring about a chemical reaction. അതായത് മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൗലിക രാസപ്രവർത്തനത്തിൽ, അപ്പൊ എന്താ മൗലിക രാസപ്രവർത്തനം? എലമെന്ററി റിയാക്ഷൻ, അതായത് സിംഗിൾ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷൻ ആണ് മൗലിക രാസപ്രവർത്തനം. അങ്ങനെ ഒരു മൗലിക രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന റിയാക്ടൻസ്, ഫോർ എക്സാമ്പിൾ അഭികാരകങ്ങൾ, ഒരേ സമയത്ത് പരസ്പരം കൂട്ടിമുട്ടലുകളിലൂടെ രാസപ്രവർത്തനം സാധ്യമാക്കുന്നു എങ്കിൽ എത്ര കണങ്ങളുണ്ട് ആ കണങ്ങളെയാണ് മോളിക്യുലാരിറ്റി എന്ന് പറയുന്ന ടേം കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ യൂണിമോളിക്കുലർ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അവിടെ ആകെ ഒരു അഭികാരകം മാത്രമേ ഉണ്ടാവുള്ളൂ. ബൈമോളിക്കുലർ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ രണ്ട് അഭികാരകങ്ങളുണ്ട്, അല്ലെങ്കിൽ രണ്ട് മോളിക്യൂൾസ് ഓഫ് അഭികാരങ്ങളുണ്ട്. ഇനി ട്രൈമോളിക്കുലർ റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ 2+1, ഇവിടെ മൊത്തം എത്ര അഭികാരങ്ങളുണ്ട്? 2 1 3 അഭികാരങ്ങളുണ്ട്. അപ്പൊ if reaction involves the decomposition of only a single species, the molecularity is 1 or it is called a unimolecular reaction. അപ്പൊ നമ്മൾ 10th ക്ലാസ്സിൽ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എന്തോ കോമ്പിനേഷൻ റിയാക്ഷൻ, ഡീകമ്പോസിഷൻ റിയാക്ഷൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു സിംഗിൾ മോളിക്യൂൾ ആണ് എങ്കിൽ അതിന് ഫെർദർ നടക്കാൻ പറ്റുന്നത് ഡീകമ്പോസിഷൻ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഡീകമ്പോസിഷൻ ഓഫ് ഓൺലി എ സിംഗിൾ സ്പീഷീസ്, ഇപ്പൊ ഡീകമ്പോസിഷൻ റിയാക്ഷൻസ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി യൂണിമോളിക്കുലർ റിയാക്ഷൻസ് ആയിരിക്കും. അല്ലെങ്കിൽ യൂണിമോളിക്കുലർ റിയാക്ഷൻ പറയുന്ന മലയാളം ഏക തന്മാത്രീയം എന്നാണ് കേട്ടോ. ഏക തന്മാത്രീയം, അതാണ് യൂണിമോളിക്കുലർ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ബൈമോളിക്കുലർ റിയാക്ഷൻ എന്തായിരിക്കും? ദ്വിതന്മാത്രീയം എന്നായിരിക്കും ബൈമോളിക്കുലർ റിയാക്ഷൻ പറയുന്നത്. അപ്പൊ ഇവിടെ മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് സൈമൾട്ടേനിയസ്, ഒരേ സമയം എത്ര മോളിക്യൂൾസ് കൂട്ടിയിടിച്ചിട്ടാണ് നമ്മളുടെ പ്രോഡക്റ്റ് കിട്ടുന്നത്, അതാണ് മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത്. ഇനി ഈ ഓർഡർ മോളിക്കുലാരിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? ഓർഡർ ഈസ് എ സം ഓഫ് ദി പവേഴ്സ് ഓഫ് ദി കോൺസെൻട്രേഷൻ ടേംസ് ഇൻ ദ റേറ്റ് ലോ. നമ്മൾ നേരത്തെ നിരക്ക് നിയമം പഠിച്ചില്ലായിരുന്നു. ആ നിരക്ക് നിയമത്തില് ആ നിരക്ക് നിയമം എഴുതുമ്പോൾ നിരക്ക് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് ദി ടേംസ് പറഞ്ഞിട്ടില്ലേ? അതിന്റെ പവറിന്റെ സമ്മാണ്, സം ഓഫ് ദി പവേഴ്സ് ഓഫ് ദി കോൺസെൻട്രേഷൻ ടേംസിനെയാണ് ഓർഡർ എന്ന് വിളിക്കുന്നത്. അത് ഇറ്റ് ഈസ് ഡിറ്റർമൈൻഡ് എക്സ്പെരിമെന്റലി. അപ്പോൾ അത് എക്സ്പെരിമെന്റലി ആണ് ഈ ഓർഡർ എന്ന് പറയുന്നത് കണ്ടുപിടിക്കുന്നത്. എക്സ്പെരിമെന്റിൽ കൂടെ മാത്രം നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഇനി ഇതുപോലെ തന്നെ ഇത് 0 ആകാം, ഭിന്നക സംഖ്യ ആവാം. ഓർഡർ ഓഫ് എ റിയാക്ഷൻ ക്യാൻ ബി 0 ആവാം. അതുപോലെ തന്നെ ഫ്രാക്ഷണൽ വാല്യൂസ്, ഭിന്നക സംഖ്യയും ആകാം. ഇനി മൗലിക രാസപ്രവർത്തനങ്ങൾക്കും സങ്കീർണ രാസപ്രവർത്തനങ്ങൾക്കും ഇത് ബാധകമാണ്. ഓർഡർ ഈസ് ആപ്ലിക്കബിൾ ടു ബോത്ത് എലമെന്ററി ആസ് വെൽ ആസ് കോംപ്ലക്സ് റിയാക്ഷൻ. അതായത് മൗലിക രാസപ്രവർത്തനങ്ങൾക്കും സങ്കീർണ രാസപ്രവർത്തനങ്ങൾക്കും ഓർഡർ ബാധകമാണ്. സങ്കീർണ രാസപ്രവർത്തനങ്ങളിൽ വേഗത കുറഞ്ഞ ഘട്ടമാണ് ഓർഡർ നിർണ്ണയിക്കുന്നത്. ഇപ്പൊ നമുക്ക് അതിനകത്ത് സ്ലോവസ്റ്റ് സ്റ്റെപ്പ് ഉണ്ടാവുമല്ലോ. ഇപ്പൊ കോംപ്ലക്സ് റിയാക്ഷന്റെ ഓർഡർ ഡിറ്റർമൈൻ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് സ്ലോവസ്റ്റ് സ്റ്റെപ്പ് ആയിരിക്കും റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ്. പ്രീവിയസ് ആസ്റ്റ് കേട്ടോ, സ്ലോവസ്റ്റ് സ്റ്റെപ്പ് ആയിരിക്കും റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് റിയാക്ടിങ് സ്പീഷീസ് സൈമൾട്ടേനിയസ്ലി കൊളൈഡിങ് ടുഗദർ. അപ്പം ഒരേ സമയം എത്ര മോളിക്യൂൾസ് ആണോ കൂട്ടിയിരിക്കുന്നത് അതിന്റെ നമ്പറിനെയാണ് മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത്. ഒരു തിയറട്ടിക്കൽ കൺസെപ്റ്റ് ആണ്. അതെ, നമുക്ക് എഴുതി വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഇറ്റ് ഇസ് എ തിയറട്ടിക്കൽ കൺസെപ്റ്റ്. ഇതൊരു ഇന്റഗ്രൽ വാല്യൂസ്, അതായത് ഇത് 0 ആണെങ്കിൽ അവിടെ കൊളിഷൻ വല്ലതും നടക്കില്ല. നമ്പർ ഓഫ് കൊളൈഡിങ് മോളിക്യൂൾസ് 0 ആണെങ്കിൽ അവിടെ കൊളിഷൻ ഒന്നും ഇല്ല, വിച്ച് മീൻസ് അവിടെ റിയാക്ഷൻ നടക്കുന്നില്ല. സോ ഇവിടെ ഇന്റഗ്രൽ വാല്യൂസ് ആണ്. ഏത് തുടക്കം 1 ആയിരിക്കും, അതായത് യൂണിമോളിക്കുലാറിലായിരിക്കും തുടങ്ങുക. മോളിക്കുലാരിറ്റി കനോട്ട് ബി 0, ഇത് 0 ആവാൻ പറ്റത്തില്ല. അപ്പൊ ഇനി നമ്മൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ നമ്മളിപ്പോ റേറ്റ് ഓഫ് റിയാക്ഷൻ എന്താണ്, നിരക്ക് നിയമം എന്താണ്, പിന്നെ മൗലിക രാസപ്രവർത്തനം എന്താണ്, അതുപോലെ തന്നെ സങ്കീർണ രാസപ്രവർത്തനം എന്താണ്, പിന്നെ എന്താ നമ്മൾ പഠിച്ചത്, ഓർഡർ എന്താണ്, പിന്നെ മോളിക്കുലാരിറ്റി എന്താണ്, ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് പഠിച്ചത്. ഇനി നമ്മൾ റേറ്റ് കോൺസ്റ്റന്റ് ഇല്ലേ, അതായത് എന്താ റേറ്റ് കോൺസ്റ്റന്റിന്റെ മലയാളം? സ്ഥിരാങ്കം അല്ലെ, നിരക്ക് സ്ഥിരാങ്കം. ഇനി നിരക്ക് സ്ഥിരാങ്കത്തിന്റെ ഏകകങ്ങളെ കുറിച്ചിട്ടാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ യൂണിറ്റ്സ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് എന്താണെന്നാണ് നോക്കുന്നത്. ഇവിടെ നമ്മൾ ചെറിയൊരു ട്രിക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതായത് ലിറ്റർ റേസ് ടു n-1, മോൾ റേസ് ടു 1-n, സെക്കൻഡ് റേസ് ടു -1 എന്ന് പറയുന്ന ട്രിക്കിനകത്ത് അങ്ങ് ഡയറക്റ്റ് ആയിട്ട് ഉൾപ്പെടുത്തിയാൽ മതി. അപ്പൊ നോക്കിക്കോ, ഒരു മിനിറ്റ്, ഒരു കാര്യം ഇവിടെ ശ്രദ്ധിച്ചേ. നമ്മൾക്കറിയാം റേറ്റ് എന്ന് പറയുന്നത് എന്താ? വാട്ട് യു മീൻ ബൈ റേറ്റ്?
ചേഞ്ച് ഇൻ കോൺസെൻട്രേഷനിലുള്ള ചേഞ്ച് ഡിവൈഡഡ് ബൈ ടൈമിലുള്ള ചേഞ്ച് ആണല്ലോ. അപ്പോൾ ഇവിടെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, കോൺസെൻട്രേഷൻ നമുക്ക് മൊളാലിറ്റി എന്ന് പറയുന്ന കുറേ അധികം ടേംസ് കൊണ്ടായിട്ടാണല്ലോ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി മൊളാരിറ്റി എന്ന് പറയുന്നത് എന്താ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾഡ് ഇൻ 1 ലിറ്റർ ഓഫ് ദ സൊല്യൂഷൻ അല്ലേ. അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ അവിടെ മോൾ പെർ ലിറ്റർ ആണ് നമ്മുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. കോൺസെൻട്രേഷന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏകകം എന്ന് പറയുന്നത് മോൾ പെർ ലിറ്റർ ആണ്, ഡിവൈഡഡ് ബൈ പിന്നെ നമ്മൾ ടൈം ഉണ്ടല്ലേ, അപ്പൊ ടൈമിന്റെ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ സെക്കൻഡ് ആണ്. അപ്പൊ നമ്മൾ വീണ്ടും ഡിവൈഡഡ് ബൈ സെക്കൻഡ് ചെയ്തു. അപ്പൊ നമ്മൾക്ക് ഇതിനെ എഴുതാൻ പറ്റുന്നത് മോൾ ലിറ്റർ റൈസ് ടു -1 സെക്കൻഡ് റൈസ് ടു -1 എന്നാണ്. കണ്ടോ? മോൾ ലിറ്റർ റൈസ് ടു -1 സെക്കൻഡ് റൈസ് ടു -1. ഇതാണ് ശരിക്കും നമ്മുടെ റേറ്റ് കോൺസ്റ്റന്റിന്റെ ഏകകം അല്ലെ റേറ്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇനി ഈ യൂണിറ്റ് നമുക്ക് സീറോ ഓർഡർ റിയാക്ഷനിലും ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിലും സെക്കൻഡ് ഓർഡർ റിയാക്ഷനിലും ഒക്കെ എങ്ങനെയാണ് ഈ യൂണിറ്റ് അപ്ലൈ ചെയ്യുന്നത് നോക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കാണിത്, ലിറ്റർ റൈസ് ടു n-1. ഈ ലിറ്റർ റൈസ് ടു n-1 ആണ് എപ്പോഴും എല്ലാവർക്കും തിരിഞ്ഞു പോകുന്നത്. അതിന് നമ്മൾ നാച്ചുറൽ ലോഗറിതം നമുക്ക് പഠിച്ചാൽ മതി. നമ്മൾ നാച്ചുറൽ ലോഗറിതം ln എന്നല്ലേ പഠിച്ചേക്കുന്നത്. അപ്പൊ എല്ലിന്റെ തൊട്ടുമേലില് n-1, ലിറ്ററിന്റെ തൊട്ടുമേലില് n-1 നമുക്ക് പഠിച്ചാൽ മതി. മോൾ റൈസ് ടു 1-1 സെക്കൻഡ് റൈസ് ടു -1. അപ്പൊ ഇവിടെ n=0 ആവുമ്പോൾ, അതായത് സീറോ ഓർഡർ റിയാക്ഷന്റെ കേസിൽ ഇവിടെ എങ്ങനെ വരും? നമ്മുടെ ഏകകം അല്ലെങ്കിൽ യൂണിറ്റ് എന്തായിരിക്കും? ലിറ്റർ റൈസ് ടു 0 -1 മോൾ റൈസ് ടു 1 - 0 സെക്കൻഡ് റൈസ് ടു -1, അതായത് ലിറ്റർ റൈസ് ടു -1 മോൾ റൈസ് ടു 1 സെക്കൻഡ് റൈസ് ടു -1 ഇതായിരിക്കും. കിട്ടിയോ? അതായത് സീറോ ഓർഡർ റിയാക്ഷന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ലിറ്റർ റൈസ് ടു -1 മോൾ സെക്കൻഡ് റൈസ് ടു -1 ആയിരിക്കും. കണ്ടോ? ലിറ്റർ റൈസ് ടു -1 മോൾ സെക്കൻഡ് റൈസ് ടു -1 ആയിരിക്കും സീറോ ഓർഡർ റിയാക്ഷന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. സിമിലർലി n=1 ആണെങ്കിലോ ലിറ്റർ റൈസ് ടു 1 - 1 എന്ന് പറയുമ്പോൾ 0, മോൾ റൈസ് ടു 1 - 1 എന്ന് പറയുമ്പോൾ 0, മോൾ റൈസ് ടു 0 സെക്കൻഡ് റൈസ് ടു -1. അവിടെ എന്നിന്റെ അപ്ലിക്കേഷൻ ഇല്ല, അപ്പൊ സെക്കൻഡ് റൈസ് ടു -1. അതായത് ഇതിന്റെ യൂണിറ്റ് എന്തായിരിക്കും? സെക്കൻഡ് റൈസ് ടു -1. അതായത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് റേറ്റ് കോൺസ്റ്റന്റ്, അതായത് റേറ്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് റൈസ് ടു -1 ആയിരിക്കും. അപ്പൊ നമുക്കിപ്പോൾ റേറ്റ് കോൺസ്റ്റന്റ് തന്നിട്ട്, അതായത് ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരാങ്കത്തിന്റെ യൂണിറ്റ് അല്ല ഏകകം, നിരക്ക് സ്ഥിരാങ്കത്തിന്റെ ഏകകമാണ് ഈ പറയുന്നതല്ല. അപ്പൊ യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ നിരക്ക് സ്ഥിരാങ്കത്തിന്റെ യൂണിറ്റ് ആണ്. അപ്പൊ നമുക്കിവിടെ ഒരു യൂണിറ്റ് സെക്കൻഡ് റൈസ് ടു -1 തന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഇതൊരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആയിരിക്കും. ഓക്കെ, അങ്ങനെയും കൂടി ഒന്ന് കൊണ്ടുവരണം കേട്ടോ. ഇനി ലിറ്റർ എന്നിന്റെ വാല്യൂ 2, അതായത് സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ ഇവിടെ എങ്ങനെ വരും സംഭവം? അതായത് ഏകകം എങ്ങനെ വരും? ലിറ്റർ റൈസ് ടു 2 -1 എന്ന് പറയുന്നത് 1 ആയിരിക്കും. മോൾ റൈസ് ടു 1 - 2 എന്ന് പറയുമ്പോൾ എത്ര? -1 ആയിരിക്കും. സെക്കൻഡ് റൈസ് ടു -1, അതായത് ലിറ്റർ മോൾ റൈസ് ടു -1 സെക്കൻഡ് റൈസ് ടു -1 ഇതായിരിക്കും യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ട്രിക്ക് യൂസ് ചെയ്താൽ മതി. ലിറ്റർ റൈസ് ടു n-1 മോൾ റൈസ് ടു 1 - 1 സെക്കൻഡ് റൈസ് ടു -1. ln mn തിരിഞ്ഞു പോകരുത്. മോളിന്റെ മേളിൽ 1 ആണ് ആദ്യം കിടക്കുന്നത്, ലിറ്ററിന്റെ മേളിൽ n ആണ് ആദ്യം കിടക്കുന്നത്. അപ്പൊ ലിറ്ററിന്റെ മേളിലുള്ള എന്നിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാച്ചുറൽ ലോഗറിതം എന്നിവിടെ പറഞ്ഞത്. കണ്ടോ? നാച്ചുറൽ ലോഗറിതം മറന്നു പോയത്. നാച്ചുറൽ ലോഗറിതം എന്ന് നമ്മളിവിടെ പറഞ്ഞത് ലിറ്ററിന്റെ മേളില് എന്നാണ് എന്നാണ് കിടക്കുന്നത്, ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടുന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ അല്ലെങ്കിൽ റേറ്റ് കോൺസ്റ്റന്റിന്റെ വാല്യൂ പഠിക്കാനുണ്ട്. അപ്പൊ റേറ്റ് കോൺസ്റ്റന്റിന്റെ വാല്യൂ, ഇന്റഗ്രേറ്റഡ് ഇക്വേഷൻ ആണിത്. അതായത് ഇന്റഗ്രേറ്റഡ് ഇക്വേഷൻ ഫോർ ദ റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ, ഇത് സീറോ ഓർഡർ റിയാക്ഷൻ. അപ്പൊ നോക്കിക്കേ, ഇവിടെ സീറോ ഓർഡർ റിയാക്ഷന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് K is equal to concentration of R0 minus concentration of R divided by T. ഇവിടെ concentration of R0 എന്ന് പറഞ്ഞാൽ ഇത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ്. അതായത് അഭികാരകം തുടക്കത്തിലുണ്ടായിരുന്ന ഗാഢത, അഭികാരകത്തിന്റെ തുടക്കത്തിലുണ്ടായിരുന്ന ഗാഢതയെയാണ് നമ്മൾ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഒരു റിയാക്ഷൻ തുടങ്ങുമ്പോഴേക്കും അഭികാരകം മാത്രമല്ലേ അവിടെ ഉണ്ടാവുള്ളൂ. അതെപ്പോഴും 5 ഗ്രാം അല്ലെങ്കിൽ 3 ഗ്രാം. അപ്പൊ ഞാൻ എടുത്തേക്കുന്ന 5 ഗ്രാം ആണെങ്കിൽ 5 ഗ്രാം തുടക്കത്തിൽ, അതായത് T
ഈക്വൽ ടു 0 സമയത്ത് 5 ഗ്രാം ആയിരിക്കും. ടി ഈക്വൽ ടു ഒരു 5 സെക്കൻഡ് കഴിയുമ്പോൾ ഈ 5 ഗ്രാം എന്നുള്ളത് ഡിഗ്രേഡ് ചെയ്തിട്ട് ഒരു 2 ഗ്രാം ഒക്കെ ആവും. അപ്പൊ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എപ്പോഴും കൂടുതലായിരിക്കും. ഇനീഷ്യലി റിയാക്ഷൻ ഒന്നും നടക്കുന്നതിന് മുമ്പ് അഭികാരകത്തിന്റെ കോൺസെൻട്രേഷൻ എപ്പോഴും കൂടുതലായിരിക്കും. സോ വലുതിന്ന് ചെറുത് കുറച്ചാൽ മതി. വലുതിന്ന് ചെറുത് കുറയ്ക്കുക, ഡിവൈഡഡ് ബൈ ടൈം. ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ബൈ ടൈം ആണല്ലോ നമ്മുടെ റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ കെ ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് R0 ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് R ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ബൈ ടി. ഇനി ഇതിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇത് നോക്കിക്കേ, ഇതിന്റെ ഗ്രാഫ് ഇതൊരു നെഗറ്റീവ് സ്ലോപ്പ് ആണ് കാണിക്കുന്നത്. ഗ്രാഫിക്കൽ മെത്തേഡ് ഓഫ് കാൽക്കുലേഷൻ ഓഫ് കെ നമുക്കറിയാം y ഈസ് ഈക്വൽ ടു mx പ്ലസ് സി എന്ന് പറയുന്ന ഒരു ലീനിയർ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഗ്രാഫ് എപ്പോഴും പ്ലോട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെയാണെങ്കിൽ നമുക്ക് ഇതിനെ ഈ ഇക്വേഷനെ ഞാൻ ഈ ടീനെ മുകളിലേക്ക് എടുക്കും. അപ്പൊ കെ ടി ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് R0 മൈനസ് ആർ എന്ന് വരും. ഞാൻ ഈ ഇക്വേഷന്റെ കാര്യം പറയുന്നത് കേട്ടോ, വരുമല്ലോ. ഇനി നമ്മൾക്ക് കോൺസെൻട്രേഷൻ ഓഫ് R0, കോൺസെൻട്രേഷൻ ഓഫ് ആർ ഇപ്പം ഇവിടെ കിടക്കുവാണ്. അയാളെ ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് ഈ മൈനസ് കെറ്റിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. കോൺസെൻട്രേഷൻ ഓഫ് ആർ ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് R0 മൈനസ് കെ ഇൻറ്റു ടി എന്ന് പറഞ്ഞു. ഡൗട്ടൊന്നും ഇല്ലല്ലോ. ഇയാളെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി അയാളെ ഇപ്പുറത്തേക്ക് കൊണ്ടു, ഡൗട്ടൊന്നുമില്ല. ഇനി ഞാൻ y ഈസ് ഈക്വൽ ടു mx പ്ലസ് സി എന്ന് പറയുന്ന രീതിയിലേക്ക് എഴുതുക. അപ്പൊ ഇവിടെ സി എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഇന്റർസെപ്റ്റ് ആയിരിക്കും. പിന്നെ എം എന്ന് പറയുന്നത് എപ്പോഴും സ്ലോപ്പ് ആയിരിക്കും. എക്സ് എന്ന് പറയുന്നത് നമ്മുടെ എക്സ് ആക്സിസ് ആയിരിക്കും. പിന്നെ വൈ എന്ന് പറയുന്നത് നമ്മുടെ വൈ ആക്സിസ് ആയിരിക്കും. അപ്പൊ വൈ ആക്സിസിൽ എന്താണ്? ഇവിടെ ഡെൽറ്റ ആർ ആണ്, അതായത് അല്ല കോൺസെൻട്രേഷൻ ഓഫ് ആർ ആണ്. അതാണ്ട് ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് ആർ ആണ്. ഇന്റർസെപ്റ്റ് ഇവിടെ R0 ആണ്. കെ എന്ന് പറയുന്നത്, അതായത് സ്ലോപ്പ് എന്ന് പറയുന്നത് നെഗറ്റീവ് കെ ആണ്. കണ്ടോ, നെഗറ്റീവ് സ്ലോപ്പ് ആണ്. അതുകൊണ്ടാണ് ഈ ഗ്രാഫ് ഇങ്ങനെ വന്നത്. ഇവിടുത്തെ എക്സ് ആക്സിസിൽ എന്തായിരിക്കും? എക്സ് ആക്സിസിൽ ടി ആയിരിക്കും. അപ്പൊ നമ്മൾ ഫൈനൽ കോൺസെൻട്രേഷനും ടിയും തമ്മിൽ ഒരു ഗ്രാഫ് വരച്ചാൽ, ഫൈനൽ കോൺസെൻട്രേഷനും ഫൈനൽ ഗാഢതയും ടൈമും വെച്ചിട്ടൊരു ഗ്രാഫ് വരച്ചാൽ നമുക്ക് കിട്ടുന്നത് ഫൈനൽ കോൺസെൻട്രേഷൻ ആൻഡ് ടൈം. ഇത് നമ്മൾ ഏത് ഓർഡറാണ് പറയുന്നത്? സീറോ ഓർഡർ റിയാക്ഷന്റെ കേസാണ് പറയുന്നത് കേട്ടോ. ഇപ്പൊ സീറോ ഓർഡർ റിയാക്ഷന്റെ കേസിൽ ഫൈനൽ കോൺസെൻട്രേഷനും ടൈമും വെച്ചിട്ട് ഒരു ഗ്രാഫ് വരച്ചാൽ അതിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? നെഗറ്റീവ് സ്ലോപ്പ് ആയിരിക്കും കേട്ടോ, നെഗറ്റീവ് സ്ലോപ്പ്. അപ്പൊ നമുക്കിനി ഗ്രാഫിക്കലായിട്ട് കുറച്ചും കൂടി എക്സാം ഒന്ന് ടഫൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആ രീതിയിൽ കൂടി നമ്മൾ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കണം. അപ്പോൾ ഫൈനൽ കോൺസെൻട്രേഷനും ടൈമും വെച്ചിട്ടാണ് ഈ y ഈസ് ഈക്വൽ ടു mx പ്ലസ് സി എന്ന് പറയുന്ന ലീനിയർ ഇക്വേഷൻ വെച്ചിട്ടാണ് ഗ്രാഫ് വരയ്ക്കുന്നത്. ലീനിയർ ഇക്വേഷൻ വെച്ച് അപ്പോൾ സ്ലോപ്പ് ഇവിടെ നെഗറ്റീവ് ആയിരിക്കും വരിക. ഓക്കെ, നമുക്ക് അതിന്റെ ഹാഫ് ലൈഫ് പീരീഡും കൂടെ നോക്കിയിട്ട് പോവാം. ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറയുമ്പോൾ അർദ്ധായുസ് എന്നാണ് മലയാളത്തിൽ വരുന്നത്, അർദ്ധായുസ്. അപ്പൊ ഹാഫ് ലൈഫ് പീരീഡ് ഇപ്പൊ നമ്മൾ എന്തിനെ കുറിച്ച് സംസാരിച്ചത്? സീറോ ഓർഡർ റിയാക്ഷന്റെ. അപ്പൊ സീറോ ഓർഡർ റിയാക്ഷന്റെ അർദ്ധായുസും കൂടെ ഞാൻ പറയാം. അപ്പൊ ഓൾറെഡി നമുക്കറിയാം കെ എന്ന് റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് കൂടുതലുള്ള കോൺസെൻട്രേഷൻ, അതായത് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ മൈനസ് ഫൈനൽ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ ടി ആണ്. ഇപ്പൊ ഇവിടെ ടി എന്ന് പറയുന്നത് ടി ഹാഫ്, അതായത് നമ്മൾ എടുക്കുന്ന സമയം ടി ഹാഫ് ആവുകയാണെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കും? ഈ ഫൈനൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എന്തായി മാറും? ഫൈനൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഇനിഷ്യലി ഉള്ള കോൺസെൻട്രേഷന്റെ പകുതിയായിട്ട് മാറും അല്ലെ? അതായത് ഫൈനൽ കോൺസെൻട്രേഷൻ ഇനിഷ്യലി ഉള്ള കോൺസെൻട്രേഷന്റെ പകുതിയായിട്ട് മാറും. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് വരും? R0 ഡിവൈഡഡ് ബൈ R0 ബൈ 2 എന്ന് വരും. അതായത് 1/2 R0 എന്ന് വരും അല്ലെ? 1/2 R0 എന്ന് വരും. മുകളിലത്തെ താഴെ എന്ത് വരും? ടി ഹാഫ് വരും. അപ്പൊ ഞാൻ ഇവിടെ ടി ഹാഫ് എഴുതുവാണ്. അതായത് കെ എന്ന് പറയുന്നത് 1/2 R0 ടി ഹാഫ് എന്ന് പറയും. അപ്പൊ അവിടെ നമുക്ക് ടി ഹാഫിന്റെ വാല്യൂ എങ്ങനെ കിട്ടും? ടി ഹാഫ് ഈസ് ഈക്വൽ ടി ഹാഫിന്റെ മുകളിലേക്ക് കൊണ്ടുപോയി. അപ്പൊ 1/2 മുകളില് R0 വരുന്നുണ്ട്. അപ്പൊ R0 മുകളിൽ തന്നെ എഴുതി ഡിവൈഡഡ് ബൈ 2k എന്ന് പറയും. അപ്പൊ ഇതാണ് നമ്മുടെ ഹാഫ് ലൈഫ് പീരീഡ് ഓഫ് സീറോ ഓർഡർ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഹാഫ് ലൈഫ് പീരീഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാക്ഷൻ ഈസ് ദ ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് ഹാഫ് ഓഫ് ദ റിയാക്ഷൻ. ആ റിയാക്ഷൻ ഒരു രാസപ്രവർത്തനത്തിന്റെ അർദ്ധായുസ് എന്നാൽ അഭികാരകങ്ങളുടെ ഗാഢത അതിന്റെ പ്രാരംഭ ഗാഢതയുടെ നേർപകുതിയായി മാറുന്നതിനുള്ള സമയമാണ് ടി ഹാഫ് അല്ലെങ്കിൽ ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറയുന്നത്. അർദ്ധായുസ് എന്ന് പറഞ്ഞാൽ ഒരു രാസപ്രവർത്തനത്തിന്റെ അർദ്ധായുസ് എന്നാൽ അഭികാരകങ്ങളുടെ ഗാഢത അതിന്റെ പ്രാരംഭ ഗാഢത, അതായത് പ്രാരംഭ ഗാഢത എന്ന് പറഞ്ഞാൽ എന്തോ? ഇനിഷ്യൽ കോൺസെൻട്രേഷൻ, ഇനിഷ്യൽ കോൺസെൻട്രേഷന്റെ പകുതി, അതായത് R0/2 ആയിട്ട് മാറുന്നതിനുള്ള സമയമാണ് ടി ഹാഫ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ടി ഹാഫ് എന്ന് പറയുമ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് R0 ഡിവൈഡഡ് ബൈ 2k എന്ന് വരും. ക്ലിയർ ആണോ? R0/2k. ഇനി ഇതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെയും ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷനും അതിന്റെ ടി ഹാഫുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ്.
അപ്പോൾ നമ്മൾ അങ്ങനെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. വേഗത എഴുതിയിട്ടുള്ളത്. K is equal to 2.303 by T log R0 by R എന്നുള്ളതാണ് ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ ദി ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറയുന്നത്. അവിടെ നമുക്ക് KT is equal to ഇങ്ങനെ നമുക്ക് ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം. അപ്പോൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് പല വ്യത്യസ്ത രീതികളിലുള്ള ഗ്രാഫ് കിട്ടും. അത് നമുക്ക് അപ്പോൾ LNR വേഴ്സസ് ടി എടുക്കുമ്പോഴേക്കും ഇവിടെ എങ്ങനെയാണ് LNR വരുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ LNR0 ആണ് ഇവിടുത്തെ ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് y ഈസ് ഈക്വൽ ടു mx പ്ലസ് c എന്നാണ് നമ്മുടെ ലീനിയർ ഇക്വേഷൻ വരുന്നത്. അവിടെ y ആക്സിസിൽ കിടക്കുന്നത് LN കോൺസെൻട്രേഷൻ ഓഫ് R ആണ്. ഇവിടെ m എന്ന് പറയുന്നത് നെഗറ്റീവ് സ്ലോപ്പ് ആണ്, അത് k ആണ്. x എന്ന് പറയുന്നത് t ആണ്, KT പ്ലസ് ഇവിടുത്തെ നമ്മുടെ ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് LN കോൺസെൻട്രേഷൻ ഓഫ് R0 ആണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ വൺ വേ ഓഫ് റെപ്രസെന്റിങ് ദ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഇങ്ങനെയാണ് ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ വരുന്നത്. LN കോൺസെൻട്രേഷൻ ഓഫ് R, അതായത് നാച്ചുറൽ ലോഗറിതം ഓഫ് ദി ഫൈനൽ കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്ടന്റ് ഈസ് ഈക്വൽ ടു KT പ്ലസ് നാച്ചുറൽ ലോഗറിതം ഓഫ് ദി ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്ടന്റ് എന്ന് വരും. അത് ഒരു ഗ്രാഫ്. അവിടെ നമുക്ക് സ്ലോപ്പ് എന്ന് പറയുന്നത് -KT ആണ് വരുന്നത്. അപ്പോൾ സ്ലോപ്പ് വിട്ടുപോയിട്ടോ, സോറി, അതൊന്ന് നോക്കിയേ. ഇവിടെ -KT ആണ് വരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ സ്ലോപ്പ് നെഗറ്റീവായിട്ട് വരുന്നത്. ഇവിടെയും സ്ലോപ്പ് നെഗറ്റീവാണ്. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് നമ്മുടെ ഇക്വേഷൻ വരുന്നത് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് R ഈസ് ഈക്വൽ ടു, ഇവിടെ സ്ലോപ്പ് വരുന്നത് -K/2.303. ഇന്റർസെപ്റ്റ് ഇവിടെ കാണിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഇവിടെ LN ലോഗ് R0 ആയിരിക്കും ഇവിടുത്തെ ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ലോഗ് R0 ആയിരിക്കും. അപ്പോൾ ടൈം എന്ന് പറയുന്നത് TMX പ്ലസ് ഇത് പ്ലസ് ആണ്, ലോഗ് R0 ആയിരിക്കും ഇവിടുത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ എഴുതിയാലും നമ്മുടെ ഇത് സെയിം ആണ്. അപ്പം ഇവിടെ നോക്കിക്കേ, വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദീസ് ടു എന്ന് പറഞ്ഞാൽ ഇവിടെ നാച്ചുറൽ ലോഗറിതമാണ്. ഈ നാച്ചുറൽ ലോഗറിതത്തിനെ നമ്മൾ കോമൺ ലോഗറിതം ടു ദ ബേസ് 10ലേക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ ഇവിടെ 2.303 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പ്ലസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് R0, അത്രയേ ഉള്ളൂ. സെയിം ഗ്രാഫാണ്. ഇപ്പം നെഗറ്റീവ് സ്ലോപ്പ് വരുന്ന ഗ്രാഫ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. തിരിഞ്ഞു പോകരുത്. ഇനി അടുത്ത് നമുക്ക് ഹാഫ് ലൈഫ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ നോക്കാം. നമുക്കറിയാം K ഈസ് ഈക്വൽ ടു 2.303 by T log R0/R, അതായത് എപ്പോഴും വലിയ വാല്യൂ ആയിരിക്കും മുകളിൽ. R0/R ആണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾക്ക് അവിടെ T എന്ന് പറയുന്നത് T½ ആയിട്ട് മാറുമ്പം ഈ പറയുന്ന R എന്ന് പറയുന്നത് എന്തായിട്ട് മാറും എന്നാ പറഞ്ഞേ? കോൺസെൻട്രേഷൻ, ഫൈനൽ കോൺസെൻട്രേഷൻ R0/2 ആയിട്ട് മാറും എന്നാ പറഞ്ഞത്. അർത്ഥായുസിന്റെ കാര്യമാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പൊ എന്ത് വരും? ഈ ഇക്വേഷൻസ് എന്ന് പറയുന്നത് ഇങ്ങനെ മാറ്റിയതാ. K ഈസ് ഈക്വൽ ടു 2.303 by T½ ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് R0ക്ക് മാറ്റമൊന്നുമില്ല, അതുപോലെ തന്നെ എഴുതി. ഇവിടെ വരുമ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് R0/2 എന്ന് എഴുതും. ഈ R0 വെട്ടിപ്പോയി 2 മേളിൽ വരും. ലോഗ് 2ന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.693 ആണ്. അതായത് 0.693 അല്ല, 2.303 ഡിവൈഡഡ് ബൈ T½ ഇൻറ്റു ലോഗ് 2ന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.3010 ആണ്. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വരും 0.693 ഡിവൈഡഡ് ബൈ T½ എന്ന് വരും. എന്തിന്റെ വാല്യൂ ആ? Kന്റെ വാല്യൂ. അവിടെ നിന്ന് നമുക്ക് T½ വാല്യൂ കിട്ടും. T½ is equal to 0.693 divided by K. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ യു അണ്ടർസ്റ്റാൻഡ്, നമുക്ക് മനസ്സിലാകും ഇവിടെ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ടേം എന്ന് പറയുന്ന ഒരു ടേം ഈ ഒരു ഇക്വേഷനിലില്ല. ഹാഫ് ലൈഫ് എന്ന് പറയുന്ന ഹാഫ് ലൈഫ് ഓഫ് ദ ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഹാഫ് ലൈഫിൽ കോൺസെൻട്രേഷൻ ടേംസ് ഇല്ല, വിച്ച് മീൻസ് ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ദ ഫൈനൽ കോൺസെൻട്രേഷൻ. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി കോൺസെൻട്രേഷൻ. ഇത് ഈ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതായത് ഒന്നാം ഓർഡർ രാസപ്രവർത്തനത്തിന്റെ അർദ്ധായുസ് നിരക്ക് സ്ഥിരാങ്കത്തിനെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു. അതായത് ഇവിടെ ഈ ഒരു K എന്ന് പറയുന്ന രാസപ്രവർത്തനത്തിന്റെ അർദ്ധായുസ് നിരക്ക്, സോറി T½ രാസപ്രവർത്തനത്തിന്റെ അർദ്ധായുസ്, അതായത് T½ നിരക്ക് സ്ഥിരാങ്കത്തിനെ മാത്രമേ ആശ്രയിച്ചിരിക്കുന്നുള്ളൂ എങ്കിൽ, മലയാളം ടേംസ് വരുമ്പോൾ കുറച്ചൊന്നും ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യുമെങ്കിലും സംഗതി ഒന്ന് ഇരുത്തി വായിച്ചാൽ മതി. ഒന്നാം ഓർഡർ രാസപ്രവർത്തനത്തിന്റെ അർദ്ധായുസ്, ഒന്നാം ഓർഡർ രാസപ്രവർത്തനത്തിന്റെ അർദ്ധായുസ് എന്ന് പറയുമ്പോൾ ഈ T½ വരും. ഈ T½
മറ്റേ നമ്മുടെ നിരക്ക് സ്ഥിരാങ്കത്തിനെ മാത്രം ആശ്രയിച്ചിരിക്കുന്നുള്ളൂ. അപ്പൊ നമ്മളോട് ചോദിക്കാൻ നിരക്ക് സ്ഥിരാങ്കത്തിനെ മാത്രം ആശ്രയിച്ചിരിക്കുന്ന ഹാഫ് ലൈഫ് അർദ്ധായുസ് രാസപ്രവർത്തനത്തിന്റെ അർദ്ധായുസ് ആണെങ്കിൽ അത് എത്രാമത്തെ ഓർഡർ ആണെന്ന് ചോദിച്ചാൽ അത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആയിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് അറീനിയസ് ഇക്വേഷൻ ഒക്കെ ഒരു കമ്മിങ് വീഡിയോയിൽ ചെയ്യാം. അറീനിയസ് ഇക്വേഷൻ, പിന്നെ അതുപോലെ തന്നെ കൊളിഷൻ തിയറി, ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറി, കറ്റാലിസിസ് ഉണ്ട്, ഹോമോജീനിയസ് കറ്റാലിസിസ്, എൻസൈം കറ്റാലിസിസ് തുടങ്ങിയതെല്ലാം അതെല്ലാം നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ചെയ്യാം. അല്ലെങ്കിൽ വീഡിയോയുടെ ലെങ്ത് ഭയങ്കരമായി പോകും. അപ്പോൾ ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിങ്. ഒരു കാര്യം കൂടി, നിങ്ങളെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ കേട്ടോ. സ്റ്റേ ട്യൂൺഡ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ.